കാലങ്ങളിലെ വിസ്മയം സൽമാൻ കുറ്റിക്കോടിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്ത വിളംബര ഘോഷയാത്ര ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. സങ്കുചിതമായ വിഭജനങ്ങൾക്ക് അതീതമായ നാടോടി കൂട്ടായ്മയുടെ പുതുനാമ്പുകൾ അനശ്വരമാക്കുന്ന കാലഘട്ടത്തിന്റെ ദുരിതങ്ങളിൽ ശക്തമായ ഇടപെടലിന്റെ കടമകൾ നെഞ്ചേറ്റുന്ന സംഘടന. അപ്പോൾ നമ്മളിതാ ഇന്ന് കാസർഗോഡ് കാനങ്ങാടാണുള്ളത്. യുണൈറ്റഡ് ഡാൻസ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഇനാഗുറേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. ബാൻഡ് വാദ്യമേളങ്ങളോട് കൂടിയിട്ട് ഇതാ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. അങ്ങനെ അസറ് ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോൾ നമ്മുടെ ബാൻഡും കൊട്ടുമൊക്കെ തൽക്കാലം ഒന്നിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഘോഷയാത്രക്കിടയിൽ പടക്കങ്ങളും മാലപ്പടക്കങ്ങളും ഒന്നും പൊട്ടിക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ വലിയ ഗുണ്ടുകൾ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ സൽമാൻ അത് ഇറിറ്റേഷനായി മാറി. അപ്പോൾ സൽമാൻ മെല്ലെ ആ പൊട്ടിക്കുന്ന ആൾക്കാരെ അടുത്തേക്ക് മെല്ലെ വിളിച്ചു. എന്നിട്ട് അവരോട് കാര്യം ഒരു ചെറു പുഞ്ചിരി കൊടുക്കാൻ അവർക്കും വിഷമാകാത്ത രീതിയിൽ പറഞ്ഞു, ഇങ്ങനെ പൊട്ടിക്കേണ്ട ഇറിറ്റേഷനാണെന്ന് പറഞ്ഞപ്പോൾ അവരും അതേപോലെ അനുസരിച്ചു. അങ്ങനെ ആ ഗുണ്ട് പൊട്ടിക്കുന്ന പരിപാടി നിർത്തി. അങ്ങനെ കുറച്ച് നടന്നതിൻ്റെ ക്ഷീണത്തിലും ദാഹത്തിലൊക്കെ സൽമാൻ മെല്ലെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ ഒരു വീട്ടിൽ നിന്ന് അത്രയും പെട്ടെന്ന് തന്നെ അവർ ജ്യൂസ് അടിച്ച് അതുപോലെ ഒരു ആപ്പിൾസൊക്കെ കൊടുന്ന് മിനറൽ വാട്ടറും കൊടുന്ന് അങ്ങനെ സൽമാനെ സൽക്കരിക്കുകയാണ്. സൽമാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ടയേർഡായിരുന്നു. അപ്പോൾ സൽമാന് വേണ്ടിയിട്ട് ആ ഘോഷയാത്രയിലുള്ള എല്ലാവരും വെയിറ്റിംഗ് ആണ്.
ക്യാപ്റ്റൻ. സൽമാൻ ക്യാപ്റ്റൻ, ജാഥയുടെ ക്യാപ്റ്റൻ വന്നാലല്ലേ നമുക്ക് ജാഥ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സൽമാൻ ഇതാ ജ്യൂസും ഹാപ്പി വിസും വെള്ളവും ഒക്കെ കുടിച്ച് എല്ലാ വീട്ടുകാരോട് നന്ദി പറഞ്ഞ് യാത്ര വന്നതാ വീണ്ടും യാത്രക്ക് പോകും. ഈ പ്രോഗ്രാമിന് പോയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ നാട്ടുകാർ മാത്രമല്ല വീട്ടുകാരൊക്കെ സൽമാന് വേണ്ടിയിട്ട് അത്രയും വെയിറ്റിംഗ് ആകും. സൽമാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ സൽമാനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷം കൂടിയായിരുന്നത്. ഞാൻ 4 ആളെ അറിയുന്ന ഒരു സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ കാരണം വഴിയാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് മനസ്സ് തോന്നിയിട്ടാവാം സൽമാൻ യാത്രക്കാരെ കടത്തിവിടാനും മറന്നിരുന്നില്ല. അപ്പോൾ ഇതാണ് സൽമാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന യുണൈറ്റഡ് ഡാൻസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ഘോഷയാത്ര മെല്ലതാ ക്ലബിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് സൽമാൻ്റെ കണ്ണ് ബാക്കിൽ സൽമാനെ കാണാൻ വന്ന അമ്മമാരുടെ അരികിലേക്ക് എത്തി. പിന്നെ അവർക്ക് നേരെ അമ്മമാരുടെ അടുത്തേക്ക് എത്തണം. നിങ്ങളെ വീട് എവിടെയെന്ന്? ഒരു ചെറിയ വീട് അത്ര അമ്മാനെ. കുട്ടി എന്നെ നോക്കണം അമ്മാനെ. ചെറുപ്പുളശ്ശേരി മലപ്പുറം അല്ല, പാലക്കാട് ജില്ല മലപ്പുറം ബോർഡർ. ബോർഡർ മലപ്പുറം ആണ് നമ്മളത് വരെ, പക്ഷെ പാലക്കാട് ജില്ലയാണ് ബോർഡറിൽ വിട്ടു. സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്ക് ഫ്ലൈയിങ് കിസ് തരുന്ന സൽമാൻ. അങ്ങനെ പരിപാടിയിൽ സൽമാൻ്റെ പേര് വിളിച്ചപ്പോൾ എണീറ്റ് നിന്ന് എല്ലാവർക്കും കൈയൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഇതൊക്കെ ഓരോ വേദികളിൽ നിന്ന് കണ്ടു പഠിക്കണതാണ് സൽമാൻ. അങ്ങനെ പ്രോഗ്രാമിന് ശേഷം സൽമാനെ കാണാനെത്തിയ കൊച്ചു ആരാധികളൊപ്പം ഒരു ഫോട്ടോയും കുഞ്ഞിനൊരു ഉമ്മയും കൊടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.